ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. ഇന്ത്യൻ സൈന്യത്തിന്റെ ആവനാഴിയിലേക്ക് ഒരു പുതിയ ബ്രഹ്മാസ്ത്രം കൂടി എത്തുന്നു. പേര് ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ. അതിർത്തിയിൽ ശത്രുവിന്റെ ഏത് നീക്കത്തിനും അതേ നാണയത്തിൽ അതേ വേഗത്തിൽ തിരിച്ചടി നൽകാൻ രൂപീകരിച്ചിരിക്കുന്ന ഒരു പുത്തൻ സ്ട്രൈക്ക് യൂണിറ്റാണ്. എന്താണ് ഭൈരവ് കമാൻഡോകൾ? എന്താണ് ഇവരുടെ പ്രത്യേകത? നമുക്ക് വിശദമായി അറിയാം. ഇന്ത്യൻ ആർമിയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒരു വലിയ മാറ്റം വരികയാണ്. പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങാതെ ആവശ്യമെങ്കിൽ ശത്രുവിന്റെ മടയിൽ കയറി അതിവേഗം പ്രഹരിക്കാൻ ശേഷിയുള്ള ഒരു സേനയാണ് ഇന്ത്യ വാർത്തെടുക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഭൈരവ് എന്ന പേരിലുള്ള ഈ ലൈറ്റ് കമാൻഡോ യൂണിറ്റുകൾ. എന്തിനാണ് ഭൈരവ് കമാൻഡോകൾ? 2016 സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് ഇങ്ങനെയൊരു സേനാ വിഭാഗം എന്ന ആശയം ഇന്ത്യൻ സൈന്യത്തിൽ ശക്തമാകുന്നത്. 2020 ചൈനയുമായുള്ള അതിർത്തി സംഘർഷം ഇതിന് ആക്കം കൂട്ടി. ഉയരമേറിയ മലനിരകളിലും ദുർഘടമായ വഴികളിലും അതിവേഗം സഞ്ചരിച്ച് മിന്നലാക്രമണം നടത്താൻ കഴിവുള്ള ഒരു ചെറു സംഘത്തിന്റെ ആവശ്യകത സൈന്യം തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്നാണ് ഭൈരവ് കമാൻഡോകളുടെ പിറവി. രുദ്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പുതിയ സായുധ ബ്രിഗേഡിന് കീഴിലായിരിക്കും ഭൈരവ് യൂണിറ്റുകൾ പ്രവർത്തിക്കുക. നിലവിൽ 5ഓളം ഭൈരവ് ബറ്റാലിയനുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വടക്കൻ, പടിഞ്ഞാറൻ, കിഴക്കൻ അതിർത്തികളിലായിരിക്കും ഇവരെ വിന്യസിക്കുക. അതായത് പാകിസ്ഥാനും ചൈനയുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. എന്താണ് ഇവരുടെ പ്രത്യേകത? പാരാ കമാൻഡോകളെ പോലെ ആകാശത്ത് നിന്നുള്ള ഓപ്പറേഷനുകളല്ല ഇവരുടെ ലക്ഷ്യം. പകരം ദുർഘടമായ മലനിരകളിലും സങ്കീർണമായ ഭൂപ്രദേശങ്ങളിലും നിലയുറപ്പിച്ച് ശത്രുവിനെ വേട്ടയാടുക എന്നതാണ് ഇവരുടെ പ്രധാന ദൗത്യം. അതിവേഗ നീക്കം. അതിവേഗതയുള്ള ഭാരം കുറഞ്ഞ വാഹനങ്ങൾ, ജലാശയങ്ങൾ കടക്കാൻ ചെറിയ ബോട്ടുകൾ എന്നിവയെല്ലാം ഇവരുടെ പക്കലുണ്ടാകും. യുദ്ധതന്ത്രങ്ങൾ. യുദ്ധസമയത്ത് ശത്രുക്കളുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കുക, അവരുടെ സപ്ലൈ ലൈനുകൾ മുറിക്കുക, ശത്രു താവളങ്ങൾ നശിപ്പിക്കുക എന്നിവയെല്ലാമാണ് പ്രധാന ചുമതലകൾ. ഇനി ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സാധാരണ തോക്കുകൾ മാത്രമല്ല, റോക്കറ്റ് ലോഞ്ചറുകൾ, ടാങ്ക് വേദ മിസൈലുകൾ, ഹെവി മെഷീൻ ഗണ്ണുകൾ എന്നിവയെല്ലാം ഇവരുടെ ആയുധശേഖരത്തിലുണ്ട്. ഇതുകൂടാതെ ഓരോ ഇൻഫൻട്രി ബറ്റാലിയനൊപ്പവും അശ്വിനി എന്ന പേരിൽ ഒരു ഡ്രോൺ പ്ലാറ്റൂൺ കൂടി ഉണ്ടാകും. ശത്രു നീക്കങ്ങൾ കണ്ടെത്താനും കൃത്യമായി ആക്രമണം നടത്താനും ഈ ഡ്രോണുകൾ സഹായിക്കും. ആരാണ് ഭൈരവ് കമാൻഡോകൾ? ഇൻഫൻട്രി, സിഗ്നൽ, എയർ ഡിഫൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച 600 മുതൽ 650 വരെ സൈനികരാണ് ഓരോ ബറ്റാലിയനിലും ഉണ്ടാകുക. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞതുപോലെ ഭൈരവ്, രുദ്ര യൂണിറ്റുകളുടെ രൂപീകരണം ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ സൈന്യം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് അതിന്റെ ശൈലി മാറ്റുകയാണ്. ശത്രുക്കൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം സജ്ജമാകണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഭൈരവ് കമാൻഡോകളിലൂടെ. ഭൈരവ് കമാൻഡോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ പുതിയ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.